ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. വർമ്മ സാറിൻ്റെ വീട്ടിൽ യാമിനി മാഡത്തിന് സുഖമില്ലെന്ന് ഇങ്ങനെ രാജു പറഞ്ഞത് കേട്ട് പെട്ടെന്ന് കൊച്ചമ്മണി പറയുക, എന്നിട്ടെന്താ നിങ്ങൾ ഇഞ്ചി തിന്ന കുരങ്ങിനെ പോലെ ഇങ്ങനെ മ്ലാഞ്ചി നിൽക്കുന്നത്? ഒരാൾക്ക് സുഖമില്ലെന്നറിയുമ്പോൾ നമ്മൾ പോകണ്ടേ കാണാനായിട്ട്? നമുക്ക് വേഗം പോകണം, വാ, നിങ്ങൾ എളുപ്പം തയ്യാറാകുക. കൊച്ചമ്മണി ആരാണെന്നും കൊച്ചമ്മയുടെ ഉദ്ദേശം എന്താണെന്നും നല്ലതുപോലെ അറിയാവുന്ന വേണുവേട്ടൻ ഒന്നും പറയാതെ അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. രാജുവും ഋതികയും രാധമ്മയും പ്രിയയൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കുവാണ് കൊച്ചമ്മണി പറഞ്ഞത് കേട്ടിട്ട്. ജഗന്നാഥനെ കാത്തു നിന്നിട്ടും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് വേണുവേട്ടൻ വീണ്ടും ജഗന്നാഥനെ വിളിക്കുവാണ്. അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. ഈ ജഗൻ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും വേണുവേട്ടന് പിടികിട്ടുന്നില്ല. യാമിനിയുടെ അസുഖവും തുടർന്നുള്ള യാമിനിയുടെ പെരുമാറ്റ രീതിയൊക്കെ കണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ശേഖരൻ ഇരിക്കുവാണ്. ശേഖരൻ്റെ അടുത്തോട്ട് പ്രതാപൻ വരുന്നുണ്ട്. ശേഖര, നീ വല്ലാതെ വിഷമിച്ചിരിക്കുവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ജീവിതാനുഭവങ്ങളുടെ അറിവ് കൊണ്ട് ഞാൻ പറയുക, നീ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ ഡിപ്രഷനും മെൻ്റൽ സ്ട്രെസ്സും ഒന്നും ഒരു രോഗമല്ല. അത് കേട്ടിട്ട് ശേഖരൻ പറയാ, അതല്ല ചേട്ടാ, യാമിനി ഇത്രയും വയലൻ്റായി ഞാൻ കണ്ടിട്ടില്ല. അതാ ശേഖര ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഡിപ്രഷൻ ഒരു കോമൺ മെൻ്റൽ ഡിസീസാണ്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇത് കാണും. യാമിനി ചിലപ്പോഴൊക്കെ ഒന്ന് വയലൻ്റ് ആകുന്നെന്ന് കരുതി അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളു ശേഖര. കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റും റെസ്റ്റും ഒക്കെ കഴിയുമ്പോൾ യാമിനി പൂർണ്ണമായും സുഖമായിരിക്കും. നീ ഒന്നുകൊണ്ടും പേടിക്കാതിരിക്കും ശേഖര എന്നൊക്കെ പ്രതാപൻ പറയുമ്പോൾ ശരിയേട്ടാ എന്ന് ശേഖരനെ സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പുവിനെ കണ്ടിട്ട് പ്രതാപൻ ചോദിക്കുന്നു, അല്ല, അപ്പുമോളെ സ്കൂളിൽ പോയില്ലേ? ശേഖര, നീ അപ്പുമോളെ ഹോസ്റ്റലിലാക്ക്. അപ്പോൾ അപ്പു പറയുവാണ്, ഇല്ല വല്യച്ഛ, ഞാനിപ്പോൾ പോകുന്നില്ല. എൻ്റെ അമ്മയെ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. എന്താ അപ്പു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്കൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇല്ല വല്യച്ഛൻ എന്നെ വഴക്ക് പറയരുത്. ഞാൻ പോവില്ല. ഞാൻ ക്ലാസ്സിൽ പോയാലും എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല വല്യച്ഛ. അപ്പു, അമ്മയുടെ അസുഖം വെറും നിസ്സാരമാ, അതങ്ങ് വേഗം മാറിക്കോളും. എന്നാലും വല്യച്ഛ എന്നെ പോകാൻ നിർബന്ധിക്കല്ലേ എന്നും പറഞ്ഞ് അപ്പു അങ്ങ് കരയുവാണ്. അത് കണ്ട് പ്രതാപൻ പറയാം, വേണ്ട മോള് കരയണ്ട, മോള് പോകണ്ട വല്യച്ഛാന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പു പ്രതാപനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. പ്രതാപന് സങ്കടത്തോടെ അപ്പുവിനെ ഇങ്ങനെ തലോടി സമാധാനിപ്പിക്കുന്നുണ്ട്. ചങ്ങല കൊണ്ട് കൈയും കാലും എല്ലാം ബന്ധിച്ച് വെച്ചിരിക്കുവാണ് ജഗന്നാഥൻ്റെ അടുത്തോട്ട് അംബികയും മോൻ ദീപക് കൂടെ വരുവാണ്. ദീപക് പറയാ, ഈ അവശ നിലയിൽ ഇയാൾ ഇരിക്കുന്ന കണ്ടോ? ഇയാളെ ഇനി തല്ലിച്ചതയ്ക്കാൻ ഇയാളുടെ ഭാഗത്തിന് ഒന്നുമില്ല. വേണ്ട, ഈ ഭാഗത്താണ് ഞാൻ കൂടുതലും കൊടുത്തത്, ഇനി വേണമെങ്കിൽ 2 കൊടുക്കാൻ ഞാൻ എന്നും പറഞ്ഞ് ജഗന്നാഥൻ്റെ നെഞ്ചത്തിട്ട് ഇടിക്കുവാണ് ദീപക്. വേദന സഹിക്കാതെ ഉറക്കക്കരയുന്ന ജഗന്നാഥനെ നോക്കി അംബിക പറയുക, മിണ്ടാതിരിക്കടാ, അവിടെ എവിടേക്കാടാ നീ ഞങ്ങളെ പേടിച്ചോടിയത്? ചോദിച്ചത് കേട്ടില്ലേടാ? എവിടേക്കാ നീ പോയതെന്ന്? നീ മിണ്ടിയില്ലെങ്കിൽ നിന്നെക്കൊണ്ട് മിണ്ടിക്കാൻ എനിക്കറിയാടാ എന്നും പറഞ്ഞ് ജഗന്നാഥൻ്റെ കരണത്തിട്ടടിക്കുവാണ് അംബിക. നിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നീ അവളുടെ അടുത്തോട്ടാണോടാ പോയത്? എടാ ആന്നോടാ എന്ന് ചോദിക്കുമ്പോൾ ജഗന്നാഥൻ പറയുന്നത്, ഞാൻ എങ്ങും പോയില്ല. നീ എന്തുവായാലും അവളെ അന്വേഷിച്ച് പോയിരിക്കും, അതെനിക്ക് നന്നായിട്ടറിയാം. അവൾ എൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട് എവിടെയോ മാളത്തിപ്പോ ഒളിഞ്ഞിരിക്കുക. ഈ അംബിക അവളെ പൊക്കിയിരിക്കും. എടി, എന്തിനാടി ദ്രോഹി നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? നിന്റെ പ്രതികാരവും പകയും ഇതുവരെ തീർന്നില്ലേടി? നിരപരാധിയെ എന്നെ നീ അങ്ങ് കൊന്നേക്കടി. നീ എൻ്റെ അമ്മയെ എടീന്ന് വിളിക്കുന്നോടാ എന്നും പറഞ്ഞ് ദീപക്കിട്ടങ്ങ് അടിക്കുവാണ് ജഗന്നാഥനെ. മതിയടാ ദീപക്കെ, ഇവനെ ഞാനിങ്ങനെ അറവുകാളെ പോലെ കൊല്ലാതിട്ടിരിക്കുന്നതേ അതിനൊരു കാരണമുണ്ട്. ഇവനെ വെച്ച് നമുക്കൊരു ഗെയിം പ്ലാൻ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് മതി ഇവൻ്റെ മരണം. ആദ്യം അവൾ ആ പത്മാവതി, പിന്നെ മതി പ്രതാപൻ. അതുവരെ ഇവനിവിടെ കിടക്കട്ടെ, വാടാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അംബിക ദീപക്കിനെയും കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഒരു തരികടയും തട്ടിപ്പും നടത്താൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് കൊച്ചമ്മണി ഇങ്ങനെ വിഷമിച്ച ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരിക്കുവാണ്. ഋതിക അങ്ങോട്ട് വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് കൊച്ചമ്മണി ആ ടേബിളിൻ്റെ മണ്ടയ്ക്ക് കിടന്നൊരു പുസ്തകം എടുത്ത്, മർക്കടാ നീയങ്ങ് മാറിക്കിടക്കുന്നു എന്നും പറഞ്ഞ് പാടുവാണ്. അത് കേട്ടിട്ട് ഋതി ചോദിക്കുന്നത്, വല്യമ്മ എന്തുവാ പറയുന്നത്? അതെ, ജ്ഞാനപ്പാന പാടുക. ജ്ഞാനപ്പാനയിൽ എവിടെ വല്യമ്മ മർക്കടാൻ കിടക്കുന്നത്? അപ്പോൾ പ്രിയ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഈ മർക്കടൻ എന്ന് വെച്ചാൽ കുരങ്ങന്നല്ലേ? ജ്ഞാനപ്പാനയിൽ കുരങ്ങൻ എവിടാ ഉള്ളത്? സംശയത്തോടുകൂടി പ്രിയ കൊച്ചമ്മയുടെ കയ്യിൽ നിന്നും ആ ബുക്ക് വാങ്ങിച്ച് നോക്കിയിട്ട് പറയും, അയ്യോ, ഇത് ഞാൻ പഠിച്ച ഫിസിക്സ് ബുക്കല്ലയോ? അത് ഇംഗ്ലീഷില. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവോ? അപ്പോൾ കൊച്ചമ്മണി പറയാ, സന്ധ്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് വായിച്ചാൽ പോരെ? അത് കൊള്ളാം, രാമായണത്തിന് പകരം ഫിസിക്സ്.
ഋതിക പറയാ, വല്യമ്മേ എന്നെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ഉടായ്പൊന്നും കാണിക്കണ്ട. മനസ്സിൽ നല്ല ഭക്തി ഉണ്ടെങ്കിൽ മാത്രം സന്ധ്യാപ്രാർത്ഥനയും ജ്ഞാനപ്പാനയൊക്കെ വായിച്ചാൽ മതി. എൻ്റെ അമ്മായിയമ്മയ്ക്ക് വല്ലതും മനസ്സിലായോ? പ്രഹസനം വേണ്ടാന്ന് എന്നിങ്ങനെ പ്രിയ കളിയാക്കി പറയുക. അപ്പോഴങ്ങോട്ട് വേണുവേട്ടനും രാധമയും വരുന്നുണ്ട്. വേണുവേട്ടൻ ഇങ്ങനെ കൊച്ചമ്മണിയെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു, അല്ല ഭക്തി ശിരോമണി എങ്ങോട്ടാ പോകാനിരിക്കുന്നത്? കാശി, രാമേശ്വരം, പളനി. അത് കേട്ടിട്ട് രാധമ്മ പറയും, ഈ ഭക്തി ഇല്ലാത്തവർ എവിടെ പോയാലും എന്ത് കാര്യം നേടാനാ, എന്ത് പുണ്യം കിട്ടാനാ? അയ്യോ എൻ്റെ രാധമ്മേ, നിങ്ങളാരും പറയുന്നത് പോലെ അല്ല, എൻ്റെ മനസ്സ് മുഴുക്ക ഭക്തിയാ. അതിങ്ങനെ കരമനയാറ് പോലെ കളകളകളാന്ന് ഒഴുകുക. 33 ദേവറുകളും എന്നെ ഇങ്ങനെ കയ്യാട്ടി വാ വാന്ന് വിളിക്കുക. ഭക്തവത്സലേ കൊച്ചമ്മണി, നീ വേഗം വാ എന്നിങ്ങനെ പറയുക. അത് കേട്ടിട്ട് വേണുവേട്ടൻ കളിയാക്കിക്കൊണ്ട് പറയാം, എന്നാൽ വേഗം ചെല്ല്, അങ്ങനെയെങ്കിലും ഈ ഭൂമിയിലെ ശല്യം ഒന്ന് തീരട്ടെ. ആ സമയത്ത് ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ജയനോട് വേണുവേട്ടൻ ചോദിക്കുന്നത്, നീ എന്താടാ ജയ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നത്? ജയനപ്പം ഋതികയോട് പറയാ, മോളെ ഒന്നിങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ജയൻ ഋതികയും കൂട്ടിക്കൊണ്ട് ആ മുറിക്കകത്തോട്ട് പോകുമ്പോൾ എല്ലാവരും സംശയത്തോടെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്താ ജയേട്ടാ എന്നിങ്ങനെ ഋതിക ചോദിക്കുമ്പോൾ, അതെ മോളെ, ഇത്രയും പറയുമ്പോഴത്തേക്കും ഋതികയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. ഋതികയെ വിളിച്ചത് അപ്പു ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഋതിക പറയുന്നു, ജയേട്ടാ വീട്ടിൽ നിന്ന് അപ്പു വിളിക്കുന്നു, ഞാൻ എന്താണെന്ന് ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ജയൻ അങ്ങ് പോവുകയാണ്. എന്താ അപ്പു എന്നിങ്ങനെ ഋതിക ചോദിക്കുമ്പോഴേ അപ്പു അങ്ങ് കരയുവാണ്. ചേച്ചി, ഇവിടെ അമ്മയുടെ അസുഖവിവരങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞപ്പു, ഇപ്പൊ ചെറിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ കിടക്കുവോ ചേച്ചി? അമ്മയ്ക്ക് ഡിപ്രഷനാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മയ്ക്ക് നേരത്തെ ഇങ്ങനെ അസുഖം ഉണ്ടായിട്ടുണ്ടെന്ന് അച്ഛനും പറഞ്ഞു. ചെറിയ ഡിപ്രഷനൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ മോളെ? രാധമ്മ അപ്പം മറ്റുള്ളവരോട് പറയുക, നല്ലൊരു സ്ത്രീയായിരുന്നു യാമിനി മേഡം, അവർക്കിങ്ങനൊരു അസുഖം വന്നല്ലോ ദൈവമേ. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയുക, അതല്ലെങ്കിലും അങ്ങനെയാടി രാധമ്മേ, നല്ല മനസ്സുള്ളവരോടാ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ. ചെറിയമ്മയെ കാണിക്കുന്ന നല്ല ഡോക്ടറെ തന്നെയാണോ മോളെ എന്നിങ്ങനെ ഋതിക അപ്പുവിനോട് ചോദിക്കുമ്പോൾ അപ്പു പറഞ്ഞു, ആ നല്ല ഡോക്ടറെ തന്നെയാ ചേച്ചി, നമ്മുടെ ഫാമിലി ഡോക്ടറെയാണ് കാണിക്കുന്നത്. മോളെ, മെൻ്റൽ ഡിപ്രഷന് ഫാമിലി ഡോക്ടറെ ആണോ കാണിക്കുന്നത്? സൈക്കാട്രിസ്റ്റിനെ അല്ലേ കാണിക്കേണ്ടത്? അതിനാ ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ആണോ? അതൊന്നും എനിക്ക് അറിയില്ല ചേച്ചി. ഓരോ മണിക്കൂർ കഴിയുന്തോറും എൻ്റെ അമ്മയുടെ അസുഖം കൂടിക്കൊണ്ടിരിക്കുക. എന്തായാലും മോള് വിഷമിക്കാതിരിക്കുക, ഞാൻ രാജുവിനോട് ഒന്ന് ആലോചിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ചെയ്യാം. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജു ചോദിക്കുന്നു, എന്താ മാഡം, യാമിനി മാഡത്തിൻ്റെ അസുഖത്തിന് കുറവൊന്നും ഇല്ലയോ? ഡിപ്രഷൻ ആണെന്നാണ് അപ്പു പറഞ്ഞത്. അപ്പോൾ രാജു പറയാം, ഡിപ്രഷൻ്റെതായ യാതൊരു ലക്ഷണവും യാമിനി മാഡത്തിൽ കാണുന്നില്ലല്ലോ. ഇതൊക്കെ മെൻ്റലായിട്ടുണ്ടാകുന്ന ഡിസോർഡർ അല്ലേ രാജു? ഇല്ല മാഡം, യാമിനി മാഡത്തിന് അങ്ങനെ ഒരു അസുഖം വേണ്ട യാതൊരു ചാൻസും ഇല്ല. രാജു അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? അതിന് എന്ത് രോഗമാണെങ്കിലും നല്ല ഡോക്ടേഴ്സിനെ കാണിക്കണം മാഡം. അപ്പോൾ ആ സമയത്ത് ജയൻ വീണ്ടും ഋതികയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അയ്യോ സോറി ജയേട്ടൻ സംസാരിക്കാൻ വരുമ്പോഴൊക്കെ എനിക്ക് ഓരോ തിരക്കുകളായിരുന്നു. ഋതിക അങ്ങനെ പറയുമ്പോൾ ജയൻ പറയുന്നു, മോളല്ലേ പറഞ്ഞത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോഴെന്നെ അറിയിക്കണമെന്ന്. ഞാൻ വിളിക്കുമ്പോഴോ അത് പറയാൻ ഒരുങ്ങുമ്പോഴോ അത് കേൾക്കാനുള്ള ക്ഷമ മോള് കാണിച്ചില്ല. അയ്യോ അങ്ങനെയല്ല ജയേട്ടാ, ഞങ്ങളൊരു സീരിയസ് വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി ജയേട്ടൻ പറ, എന്താ അവിടുത്തെ പ്രശ്നം? അതുമോളെ, പ്രശ്നം യാമിനി മാഡത്തിൻ്റെ അസുഖം തന്നെയാണ് പ്രശ്നം. അതിലെനിക്ക് പല സംശയങ്ങളും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്ത് സംശയം ആളിയ എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ ജയൻ പറയുക, യാമിനി മാഡത്തെ മനഃപൂർവ്വം ഒരു രോഗിയാക്കി മാറ്റുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട് ഋതിക ചോദിക്കുക, മനഃപൂർവ്വം രോഗിയാക്കുന്നെന്നോ? ആരാ മോളെ? ആ അംബിക മാഡം തന്നെ. ജയൻ അങ്ങനെ പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാജുവും ഋതികയും. ജയൻ പറയുക, എൻ്റെ സംശയം മാത്രമല്ല, അതാണ് വാസ്തവം, അതുതന്നെയാണ്. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ, അതായത് ജയൻ കണ്ട കാഴ്ചകളൊക്കെ പറയുവാണ്. യാമിനിയെ ഇങ്ങനെ അംബിക കഴുത്തെ കുത്തിപ്പിടിച്ച് മുകളിലോട്ട് കൊല്ലാനൊരുങ്ങുന്ന പോലെ പൊക്കിയതുമൊക്കെ ജയൻ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് അംബിക ജയനോട് പറഞ്ഞതും അവളെ ഞാനൊരു ഭ്രാന്തിയാക്കി മാറ്റാൻ ഒരു ഭ്രാന്തി എന്ന് പറഞ്ഞതുമൊക്കെ ഇങ്ങനെ ജയൻ പറയുമ്പോൾ ഋതിക പറയുക, ജയേട്ടൻ പറഞ്ഞത് 100% സത്യമാണ്. അവരെന്നെയും രാജുവിനെയും കൊല്ലാൻ ശ്രമിച്ചതാ. അങ്ങനെയുള്ള അവർ യാമിനി ചെറിയമ്മയെ വെറുതെ വിടുവോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാഡം എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ ഋതിക ഒന്ന് ആലോചിച്ചിട്ട് പറയുക, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. രാജുവിൻ്റെ സപ്പോർട്ടും ജയേട്ടൻ്റെ ഹെൽപ്പും എനിക്ക് വേണം. എൻ്റെ ഹെൽപ്പോ? അതെപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ ജയനും പറയുന്നുണ്ട്. അല്ല മാഡം, എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അംബിക മാഡവും അവരുടെ മകനും വെറും തറകളാണ്.
അവർ കൊട്ടേഷൻകാരുടെ ബലത്തിലാണ് ഇങ്ങനെ കളിക്കുന്നത്. അതെങ്ങനെ വേണമെന്ന് ഞാൻ പറയാം എന്നും പറഞ്ഞ് ഋതിക എന്തോ ഒരു പ്ലാൻ രാജുവിനോടും ജയനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഋതിക പറഞ്ഞതുപോലെ ചെയ്യാവുന്ന അവർ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. ആ സമയം രാധമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടായോ, വാ കഞ്ഞി കുടിക്കാം എന്ന് പറയുമ്പോൾ അവരെല്ലാവരും രാജമ്മയുടെ പുറകെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചമ്മണി അതിനകത്ത് കാണുന്നില്ല. അപ്പോൾ നമ്മുടെ വേണുവേട്ടൻ ചോദിക്കുന്നു, അല്ല നമ്മുടെ മുഖ്യ അതിഥി എന്തിയേ? അയ്യോ എൻ്റെ അച്ഛ, അതിഥി എന്നൊന്നും പറഞ്ഞു കളയല്ലേ, ഇപ്പോൾ ഇവിടുത്തെ അംഗമാണെന്നാ പറയുന്നത് എന്നിങ്ങനെ പ്രിയ പറയുക. അത് കേട്ട് ജയൻ പറയുക, തള്ള ഇപ്പോൾ വരച്ച വരയിലല്ലേ നിൽക്കുന്നത്, കഞ്ഞിയൊന്നും അവർക്ക് വേണ്ട, എൻ്റെ അച്ഛൻ്റെ ശാപം അവർക്ക്. അത് കേട്ടോണ്ട് കൊച്ചമ്മണി അങ്ങോട്ട് വരുന്നുണ്ട്. കൊച്ചമ്മണി വരുന്നത് കണ്ടോണ്ട് വേണുവേട്ടൻ കളിയാക്കി പറയുന്നു, അല്ല കഞ്ഞി കുടിക്കാൻ വേണ്ട കുഞ്ഞി വന്നല്ലോ. കുഞ്ഞിയോ? കുഞ്ഞിയൊന്നും അല്ല, എൻ്റെ പേര് കൊച്ചമ്മണി എന്നാ, അതാണ് എൻ്റെ വിളിപ്പേര്. കൊച്ചമ്മണി എല്ലാവരും കഞ്ഞി കുടിക്കുന്നത് നോക്കിയിട്ട് പറയുന്നു, ഓ കഞ്ഞിയായിരുന്നു, അല്ലെങ്കിൽ ഇതിനകത്തുള്ളവരെല്ലാം കഞ്ഞിയാ എന്ന് പറഞ്ഞിട്ട് ഋതിയെ നോക്കിയിട്ട് പേടിച്ചിട്ട്, അയ്യോ അല്ല മോളെ, ഞാൻ ചുമ്മാതെ പറഞ്ഞതാ, രാത്രി നല്ല ലൈറ്റായിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത് എന്നിങ്ങനെ വേണുവേട്ടൻ പറയുക. കഞ്ഞിയും ചമ്മന്തിയും ചുട്ട പപ്പടമാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം, അല്ലാതെ ചിക്കനും പോത്തും പൊറോട്ടയും കണ്ടതെല്ലാം കൂടെ വലിച്ചു വാരി തിന്നാലേ വയറ്റിനകത്തൊരു കലാപം തന്നെ സൃഷ്ടിക്കും. അത് കേട്ടിട്ട് ഉടനെ കൊച്ചമ്മണി പറയുക, ഒരു 10 പൊറോട്ടയും 2 പ്ലേറ്റ് പോത്ത് ഉലത്തിയതും കൂടി കഴിച്ചാലുണ്ടല്ലോ നല്ല ഉറക്കം കിട്ടും, അത് പിന്നെ വന്യമൃഗങ്ങളൊക്കെ അങ്ങനെയാ എന്നിങ്ങനെ ജയനും കളിയാക്കി പറയുവാണ്. ഋതിക ഇങ്ങനെ വിഷമത്തോടെ കഞ്ഞി കോരി കുടിക്കുന്ന കണ്ടിട്ട് രാധമ്മ ചോദിക്കുന്നു, എന്താ മോക്കൊരു വിഷമം പോലെ തോന്നുന്നല്ലോ, എന്താ മോൾ എന്തോ ആലോചിക്കുന്നേ? ഞാനും അതാ ശ്രദ്ധിച്ചത്, എന്താ മോളെ എന്നിങ്ങനെ വേണുവേട്ടനും ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങളെല്ലാവരും കേൾക്കാൻ തയ്യാറാവുമോ? മോൾ എന്തു പറഞ്ഞാലും ഞാനും വേണുവേട്ടനും അനുസരിക്കും. അപ്പോൾ ഉടനെ പ്രിയ പറയാം, ഞാനും ജയേട്ടനും അനുസരിക്കും. ഇനി ഞാൻ മാത്രമായിട്ട് എന്തിനാ ബാക്കി? എൻ്റെ പൊന്നുമോൾ എന്ത് പറഞ്ഞാലും ഈ കൊച്ചമ്മണി അനുസരിക്കും, അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എൻ്റെ ഭർത്താവ് ഓട്ടംതുള്ളലുകാരൻ വേലായുധനാശാൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടുവരെ ഞാൻ അനുസരിപ്പിച്ചേനെ. മോള് പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഋതിക അവരോട് എല്ലാവരോടും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളോ കാര്യം? അടിപൊളി. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാൽപായസം. പാൽപായസമോ? പാലെന്നല്ലേ എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുമ്പോൾ കൊച്ചമ്മണി പറയാം, പാലൊക്കെ ഇപ്പം കവറ് പാലല്ലേ അച്ഛാ, ഇപ്പം അതുകൊണ്ട് എല്ലാവർക്കും പാൽപായസം മതി. രാജുവും ഋതികയും പ്രതാപൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ബൈക്കിൽ വരുവാണ്. ഒരു ഓട്ടോറിക്ഷയിൽ വേണുവേട്ടനും രാധമ്മയും കൊച്ചമ്മണിയും പ്രിയയും ജയനും എല്ലാവരും കൂടെ വരുവാണ്. അകത്തോട്ട് കയറി വരുന്ന ഋതിയെ കണ്ടുകൊണ്ട് അപ്പു ചേച്ചീന്നും വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുവാണ്. അത് കണ്ട് വിഷമത്തോടുകൂടി നിൽക്കുവാണ് ശേഖരനും. വേണുവേട്ടൻ പറയുന്നു, യാമിനി മാഡത്തിൻ്റെ അസുഖകാര്യങ്ങളൊക്കെ രാജുവും ജയനും പറഞ്ഞറിഞ്ഞു, സാറ് വിഷമിക്കാതിരിക്കുക, അത് എളുപ്പം അങ്ങ് മാറും. വളരെ സങ്കടത്തോടെ ശേഖരൻ പറയുന്നു, നിങ്ങളെല്ലാവരും വന്നപ്പോൾ എനിക്കൊരു ആശ്വാസമായി. കൊച്ചമ്മണി ഉടനെ ചോദിക്കുക, മിനിസ്റ്റർ പ്രതാപ് വർമ്മ സാർ ഇല്ലേ ശേഖരൻ സാറേ? ഉണ്ടല്ലോ അമ്മേ, ചേട്ടൻ പോകാൻ റെഡിയാവുകയാണ്. എന്താ അമ്മയ്ക്ക് ചേട്ടനെ കാണണോ? അത്യാവശ്യമാണെങ്കിൽ ദാണ്ട് ആ മുറിയിലോട്ട് ചെന്നാൽ മതി. വേണ്ട, വർമ്മ സാർ ഇങ്ങോട്ട് വരട്ടെ, എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ജയൻ പറയോ, ഓ ഡിസ്കസ് ചെയ്യാൻ വലിയ ചീഫ് സെക്രട്ടറി അല്ലയോ? താണ്ടേ വർമ്മ സാറിൻ്റെ അടുത്ത് കണകുണാന്ന് വല്ലതും പറയാൻ നിന്നാലുണ്ടല്ലോ എൻ്റെയും എൻ്റെ അളിയൻ രാജുവിനെയും സ്വഭാവം മാറും. എടാ ജയ, നിനക്ക് ഓന്തിൻ്റെ സ്വഭാവം അല്ലയോടാ? ചീമക്കൊന്നേ കയറുമ്പോൾ പച്ച നിറം, അല്ലാത്ത മരത്തേ കയറിയ മരത്തിൻ്റെ നിറം. എടാ, എനിക്ക് സാറിനോട് ഡിസ്കസ് ചെയ്യാനുള്ളതേ നമ്മുടെ റോഡിൻ്റെ ദയനീയാവസ്ഥയെക്കുറിച്ചാണ്. നേരാമണ്ണം പള്ളിക്കൂടത്തിൽ പോകാത്ത ഇവരാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വേണുവേട്ടനും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഞാനേ പള്ളിക്കൂടത്തിൽ 10 വരെ പോയതാ, കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ ഉപ്പുമാവ് സത്യാഗ്രഹം നടത്തിയതാ, അതിനവരെന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത്. ഉപ്പു സത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ട്, ഈ ഉപ്പുമാവ് സത്യാഗ്രഹം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ വേണുവേട്ടൻ പറഞ്ഞപ്പോൾ കൊച്ചമ്മണി പറയുക, പള്ളിക്കൂടത്തിൽ പോകുന്നത് തന്നെ ഉപ്പുമാവ് തിന്നാൻ വേണ്ടിയാ. നല്ല കടൽ മണ്ണ് പോലെയുള്ള ഉപ്പുമാവ്, അതിലാണെങ്കിൽ ഉള്ളിയോ മുളകോ ഒന്നും കാണാനുമില്ല, നേരെ ചൊവ്വയോ ഒന്നും കിട്ടാറുമില്ല. ഇതിനെതിരെ ഞാൻ നടത്തിയ സത്യാഗ്രഹമാണ് ഉപ്പുമാവ് സത്യാഗ്രഹം. അതൊക്കെ കേട്ടിട്ട് ഋതിക പതുക്കെ റൂമിനകത്തോട്ട് കയറിപ്പോകുമ്പോൾ അംബിക മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഋതിക അംബികയോട് ചോദിക്കുന്നത്, ചെറിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അതങ്ങനെ അവിടെ കിടപ്പുണ്ട്. അവൾക്കും അവിടെ കുടുംബക്കാർക്കും പാരമ്പര്യമായിട്ട് വട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇത് ശേഖരനോട് പറയാൻ പറ്റുമോ? അങ്ങനെ ഋതികയോട് പറഞ്ഞിട്ട് അംബിക ഇങ്ങനെ പോകാനൊരുങ്ങുമ്പോൾ ഋതിക അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട് അംബികയെ. അംബിക ഇങ്ങനെ സംശയത്തോടെ ഇവൾ എന്താണ് എന്നോട് ചോദിക്കാൻ പോകുന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഋതികയെ നോക്കി അംബിക നിൽക്കുവാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഋതിക എന്തൊക്കെയോ പ്ലാനിങ്ങിലാണ് കൊച്ചമ്മണിയും രാധമ്മയും കുടുംബത്തോടെ എല്ലാവരെയും കൊണ്ട് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഋതിക അവിടെ കാണിക്കാൻ പോകുന്നത്? യാമിനിയെ കണ്ട് സത്യങ്ങളൊക്കെ ചോദിച്ചത് യാമിനിയുടെ വായിൽ നിന്ന് തന്നെ ആ സത്യം എല്ലാവരുടെയും മുന്നിൽ പറയിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.